സമയം രാവിലെ 7:30 മണിയായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും എണീറ്റ് വന്നതേ ഉള്ളൂ. കാരണം ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അങ്ങനെ ഞാൻ രാവിലെ മുറ്റത്തോട്ട് വന്ന് നോക്കുമ്പോഴാണ് മുറ്റമൊക്കെ നനഞ്ഞ് കിടക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തോട്ട് 2-3 ദിവസം കൊണ്ട് മഴയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ മുറ്റത്തോട്ട് വന്ന് ഈ ചെടികളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. രാവിലെ തന്നെ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണുക എന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ മോളും എൻ്റെ കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂളിൽ പോകണ്ടല്ലോ. ചില പിള്ളേർക്കാണെങ്കിൽ സ്കൂളിൽ ക്ലാസ്സുള്ള ദിവസം രാവിലെ എണീക്കാൻ തന്നെ മടിയായിരിക്കും. എങ്ങനെയെങ്കിലും ഒരു ലീവ് കിട്ടുമെന്നായിരിക്കും അവർ നോക്കിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ മോൾ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അവൾക്ക് സ്കൂളിൽ ക്ലാസ്സുള്ള ദിവസവും ക്ലാസ് ഇല്ലാത്ത ദിവസവും എല്ലാം ഒരുപോലെയാണ്. ഞാൻ എന്നും എണീക്കുന്ന ടൈമിൽ തന്നെ അവളും എണീക്കാറുണ്ട് കേട്ടോ. മോളാണെങ്കിൽ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു കുഞ്ഞു റോസാപ്പൂ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അത് കാണിക്കാനായിട്ടാണ് അവൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എവിടെ? അത് ചെറുതല്ലേ? ദിയ പറ, നമ്മുടെ ദേശീയ പുഷ്പം ഏതാ? നമ്മുടെ ദേശീയ പുഷ്പം പുഷ്പമല്ല, പുഷ്പം. പുഷ്പം എന്ന് പറ. പുഷ്പം. പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താ? പൂവല്ലേ? പൂവാണോ? ഏതാ നമ്മളെ ദേശീയ പുഷ്പം? ഏതാ? താമര. ഇനി അടുത്തൊരു പരിപാടി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ ഇവിടെ. പ്ലേറ്റിലുള്ള ചക്കപ്പഴം കാണുമ്പോൾ തന്നെ ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഞങ്ങൾ ചക്കയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയും മൈദാപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ശർക്കര പാനീയം. അത് ഞങ്ങൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് ഞങ്ങൾ ചക്കയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ചക്കപ്പഴത്തൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ 2 സ്റ്റെപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത്. കാരണം കുറച്ച് ചക്കപ്പഴം കൂടുതലുണ്ടായിരുന്നത് കൊണ്ട് 2 സ്റ്റെപ്പായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതേ കണ്ടില്ല, നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ചക്കപ്പഴം ഫുള്ള് ഞങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുവാണ്. കുറച്ചൊക്കെ ആ ജാറിൽ ഒട്ടി പിടിച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ശർക്കര ലായനിയും കൂടെ അതിൽ ഒഴിച്ചു കൊടുത്ത് ഫുള്ളും ജാറിൽ നിന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഗോതമ്പ് പൊടി അതുപോലെ തന്നെ മൈദപ്പൊടിയാണ്. ചക്കപ്പഴത്തിലും ശർക്കര ലായനിയിലും കൂടെ കുറച്ച് മാവായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. അതൊന്ന് കുഴഞ്ഞ് വന്നതിന് ശേഷം കുറച്ചുകൂടെ മാവ് ഇട്ട് കൊടുത്ത് അതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം നമുക്ക് കുഴഞ്ഞ് കിട്ടില്ല. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫുള്ളും കുഴഞ്ഞ് കിട്ടും. ഇതൊക്കെ ഒന്ന് കുഴഞ്ഞ് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ മധുരം കൂടുതലായിരിക്കും, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, കുറച്ച് ഉപ്പും കൂടെ ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ആ ഉപ്പും കൂടെ ഞങ്ങൾ അതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചക്കയപ്പം ഉണ്ടാക്കുന്നതല്ലേ. ഞങ്ങളുടെ മമ്മി ഇവിടെ ഈ ഒരു മെത്തേഡിലാണ് ഇവിടെ ചക്കയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് മമ്മി ഉണ്ടാക്കണേ? ഇത് നമ്മൾ വരിക്ക ചക്കയോ അല്ലെങ്കിൽ കൂഴച്ചക്കയോ എന്തോ ആയാലും മതി. അത് നമ്മളെടുത്ത് മിക്സിക്കകത്ത് ഇളക്കി എടുത്ത് അടിച്ചിട്ട് ഗോതമ്പ് പൊടി ശർക്കര പാനിയും ചേർത്ത് അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു ഏലക്കാപ്പൊടി എല്ലാം ചേർത്ത് കിണ്ണപാത്രത്തിനകത്ത് നമ്മൾ കിണ്ണനപ്പം ഈ വീശപ്പം ഉണ്ടാക്കുമെന്ന് പറയും, ആ പാത്രത്തിനകത്ത് നമ്മൾ ഒഴിച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കുക. അന്നേരം അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. പിഴിഞ്ഞെടുക്കണം, ഒരുപാട് വെള്ളമായി പോകരുത്. പിന്നെ ഇതിനകത്ത് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. തേങ്ങ ചേർക്കേണ്ടിയായിരുന്നു. ആ ഏലക്കപ്പൊടി ഇങ്ങനെ ഇട്ടിട്ട് പോകും. കേട്ടോ, കുറച്ച് ശർക്കര പാനിയും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാവെല്ലാം കുഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നത്. പ്ലേറ്റിൽ കുറച്ച് നെയ്യെല്ലാം തൂത്ത് കൊടുത്ത് മാവ് അതിലോട്ടിട്ട് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഷേപ്പൊന്നും ഇല്ല, എങ്കിലും ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്യിലിട്ട് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് വേവിക്കാനായിട്ട് വെക്കണം.
നമ്മുടെ ചക്കയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം തണുക്കാൻ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ കട്ട് ചെയ്തത്. ചൂടുള്ള സമയത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞങ്ങളിത് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ആദ്യം കുഞ്ഞിനാണ് കൊടുക്കുന്നത്. സൂപ്പർ. കൊള്ളാമോ? നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്. നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.